പെട്ടെന്ന് കേട്ടാൽ അത്ര വിശ്വാസം തോന്നാത്ത ഒരു വാർത്തയാണിനി. കണ്ണൂരിലെ ഒരു CPM-കാരൻ മാല മോഷണ കേസിൽ അറസ്റ്റിലായി. വെറും പ്രവർത്തകനൊന്നുമല്ല. കണ്ണൂരിൽ കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറായ PP രാജേഷാണ് കണ്ണൂർ പാർട്ടിയെ ആകെ നാണക്കേടിലാക്കിയ ഈ കടുംകൈ ചെയ്തത്. സ്വർണത്തിന് വലിയ വിലയുള്ള ഈ കാലത്ത് ഒരു വയോധികയുടെ വീട്ടിൽ ഹെൽമറ്റ് ധരിച്ച് കടന്നു കയറിയാണ് 1.5 പവന്റെ മാല പൊട്ടിച്ചെടുത്തത്. കൂടുതൽ വിവരങ്ങൾ കണ്ണൂരിൽ നിന്ന് ഫെലിക്സ് നൽകും. ഫെലിക്സ്, ഇത് കേട്ടാൽ വലിയ അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ്. CPM-ന്റെ ഒരു ജനപ്രതിനിധി, അതും ഒരു മുനിസിപ്പൽ കൗൺസിലർ, ഒരു വീട്ടിൽ കടന്നു കയറി ഇങ്ങനെ മാല പൊട്ടിക്കുക എന്ന് പറയുന്നത്. ഇത് ശരിക്കും പാർട്ടി ആ രീതിയിൽ അംഗീകരിക്കുന്നുണ്ട്. പാർട്ടി ഇപ്പോൾ അയാളെ പുറത്താക്കിയെന്നാണ് പറയുന്നത്. അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുമ്പോൾ പാർട്ടിക്ക് തന്നെ അത് ബോധ്യപ്പെട്ടു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന അതേ ഞെട്ടൽ തന്നെയാണ് പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ രാജേഷ് എന്ന് പറയുന്ന കൗൺസിൽ ഇങ്ങനെ ചെയ്യുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. ഇതിപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഒരു വയോധിക അവർ വീട്ടിനുള്ളിൽ അടുക്കളയിൽ മീൻ കഴുകി വൃത്തിയാക്കുന്നതിനിടയിലാണ് ഇയാൾ ഹെൽമെറ്റൊക്കെ ധരിച്ച് ഈ അടുക്കള വാതിലൂടെ ഉള്ളിൽ കയറി വയോധികയുടെ 1.5 പവന്റെ മാല പറിച്ചെടുത്ത് ഓടുന്നത്. അപ്പോൾ ഇവർ ഒച്ച വെച്ചു. പക്ഷെ ഒച്ച വെച്ചെങ്കിലും നാട്ടുകാർ ഓടി വരുന്നതിന് മുമ്പ് തന്നെ ഇയാൾ കടന്നു കളയുകയാണ് ഉണ്ടായത്. അപ്പോൾ പോലീസ് വിശദമായി അന്വേഷണം നടത്തി. അപ്പോൾ ആദ്യം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചപ്പോഴാണ് ഈ സ്കൂട്ടർ കണ്ടെത്തി. അങ്ങനെ ഇതിൻ്റെ ഉടമ ആരാണെന്ന് അന്വേഷിച്ചു. പിന്നീടാണ് ഇത് രാജേഷാണ് ഇത് ഓടിച്ചിരുന്നത് എന്ന് പോലീസ് കണ്ടെത്തുന്നത്. അപ്പോൾ പോലീസിനും ആദ്യം വിശ്വസിക്കാനായില്ല. പിന്നീട് പോലീസ് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് താൻ തന്നെയാണ് മോഷണം നടത്തിയത് എന്ന് പറയുകയും കുറ്റസമ്മതം നടത്തുന്നതിനൊപ്പം തന്നെ തൊണ്ടി മുതലും ഇയാളിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇയാളുടെ വീട്ടിൽ നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ സ്ത്രീയുടെ വീട്. അപ്പോൾ മുൻപരിചയമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം എന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച സ്ഥിരീകരണവുമില്ല. ഇത് ആദ്യമായാണ് രാജേഷ് ഈ കൂത്തുപറമ്പ് നഗരസഭയിലെ 4-ാം വാർഡിൽ മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ മത്സരിച്ചപ്പോൾ തന്നെ അദ്ദേഹം വിജയിച്ചു. ആളുകൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ആരും ഇത് പ്രതീക്ഷിച്ചതല്ല. ഏതായാലും പാർട്ടി ഇയാളെ പുറത്താക്കി. എല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് നിന്നൊക്കെ തന്നെ പുറത്താക്കി. കൗൺസിൽ സ്ഥാനത്തു നിന്നും പുറത്താക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം നാണക്കേടായ ഒരു സംഭവമായതുകൊണ്ട് തന്നെ കർശന നടപടിയാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്.